എല്ലാവർക്കും നമസ്കാരം. फोर्थ पैराग्राफ. चाहे सभी लोग उसे गलत कहे, परंतु वह अपने विचारों में पक्का विश्वास रखे और उन पर अडिग रहे. वह भले लोगों के साथ नेक व्यवहार करे और बदमाशों को करारा सबक सिखाए. जब लोग भेड़ों की तरह एक ही एक रास्ते पर चल रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. उसे सिखाए कि वह हर एक की बात को धैर्यपूर्वक सुने, फिर उसे सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करे. अगर हो सके तो उसे दुख में भी हंसने की सीख दे. चाहे सभी लोग उसे गलत कहे, വേണമെങ്കിൽ എല്ലാ ആളുകളും അവനെ ഗലത്ത് കുറ്റം അല്ലെങ്കിൽ തെറ്റ് എല്ലാ ആളുകളും അവനെ കുറ്റം പറഞ്ഞുകൊള്ളട്ടെ. പരന്തു വഹ് അപ്പനെ വിചാരോമേ പക്കാ വിശ്വാസ് രഖേ. പക്കാ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച വിശ്വാസം. എന്നാൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ ചിന്തകളിൽ, അവൻ്റെ അഭിപ്രായങ്ങളിൽ അവൻ ഉറച്ചു നിൽക്കട്ടെ. ഔർ ഉൻ പർ അഡിഗ് രഹേ. അതിൽ അഡിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കുക. അവൻ അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യട്ടെ. അതായത് ആളുകൾ എന്ത് തന്നെ കുറ്റം പറഞ്ഞു കൊള്ളട്ടെ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെ എത്ര ആളുകൾ കുറ്റം പറഞ്ഞാലും അവൻ പറഞ്ഞ കാര്യത്തിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കട്ടെ. വഹ് ഭലേ ലോഗോ കെ സാത്ത് നേക് വ്യവഹാർ കരേ. അവൻ നല്ല ആളുകളോട്, നേക് നല്ല, വ്യവഹാർ പെരുമാറ്റം, അവൻ നല്ല ആളുകളോട് നല്ല രീതിയിൽ പെരുമാറട്ടെ. ഔർ ബദ്മാശോं को കരാര സബക്. കരാര സബക് എന്ന് പറഞ്ഞാൽ കടുത്ത പാഠം അഥവാ കടുത്ത ശിക്ഷ. തെമ്മാടികളായ ആളുകളോട് അല്ലെങ്കിൽ മോശം ആളുകളോട് അവൻ കടുത്ത ശിക്ഷ തന്നെ നൽകട്ടെ. जब लोग भेड़ों की तरह एक ही एक रास्ते पर चल रहे हो तो. जब लोग എപ്പോഴാണോ ആളുകൾ, ബേഡോ കി തരഹ്, ബേഡ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, ചെമ്മരിയാടുകളെ പോലെ ഏക് രാസ്തേ പർ ചൽ രഹേ ഹോ, ഒരേ വഴിയിലൂടെ, രാസ്ത എന്ന് പറഞ്ഞ വഴി, ഒരേ വഴിയിലൂടെ എപ്പോഴാണോ ആളുകൾ ചെമ്മരിയാടുകളെ പോലെ നടക്കുന്നത്, തോ അപ്പോഴെന്ത് ചെയ്യണം? ഉസ്മേ ബീഡ് സെ, ബീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിൽ നിന്ന് അലഗ് ഹോക്കർ, അലഗ് ഹോക്കർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിട്ട്, അപ്പന രാസ്ത ബനാനേക്ക് ഹിമ്മത്ത് ഹോ, ഹിമ്മത്ത് ധൈര്യം, സ്വന്തം വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു ധൈര്യം അവനുണ്ടാകട്ടെ. അതായത് എന്താണ്? എല്ലാ ആളുകളും ചെമ്മരിയാടുകളെ പോലെ ഒരേ വഴിയിലൂടെ നടക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ അവൻ്റെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ നടക്കാനുള്ള ഒരു ധൈര്യം അവൻ കാണിക്കട്ടെ. ഉസ്സേ സിഖായേ, അവൻ ഇത് പഠിപ്പിച്ചാലും, കി അതായത് എന്താ? വഹ് ഹറേക്ക് കി ബാത് കോ ധൈര്യപൂർവക് സുനേ. ധൈര്യപൂർവക്, ശ്രദ്ധാപൂർവം. അവൻ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കട്ടെ. ഫിർ ഉസേ സത്യ കി കസൗട്ടി പർ കസേ. കസൗട്ടി പർ കസേ, സത്യം മനസ്സിലാക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യട്ടെ? സത്യത്തിൻ്റെ ശരിയായ ഏതാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കട്ടെ. ഔർ കേവൽ അച്ചായി കോ ഹി ഗ്രഹൺ കരേ. അച്ചായി നന്മ അല്ലെങ്കിൽ നല്ലത്, അതിലെ നല്ലത് മാത്രം അവൻ ഗ്രഹൺ കരേ, സ്വീകരിക്കട്ടെ. അഗർ ഹോ സകേ തോ, സാധിക്കുകയാണെങ്കിൽ, ഉസേ ദുഃഖ് മേ ബി ഹസ്നെ കി സീഖ് ദേ. ഹസ്ന, ചിരിക്കുക. അങ്ങ് സാധിക്കുകയാണെങ്കിൽ അവനെ ദുഃഖത്തിലും ചിരിക്കാനായി പഠിപ്പിച്ചാലും. അടുത്ത പാരഗ്രാഫ്. ഉസേ സമझाइए कि अगर रोना भी पड़े तो उसमें कोई शर्म की बात नहीं है. वह आलोचकों को नजरअंदाज करे और चाटुकारों से सावधान रहे. वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे, परंतु अपनी आत्मा और अपने ईमान को कभी न बेचे. उसमें शक्ति हो कि चिल्लाती भीड़ के सामने भी गड़ा होकर अपने सत्य के लिए जूझता रहे. आप उसे तसल्ली से सिखाए, परंतु बहुत लाड प्यार से उसे बिगाड़े नहीं. उसे हमेशा ऐसी सीख दें कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. ഉസേ സമझाए, അവന് താങ്കൾ പഠിപ്പിച്ചു കൊടുത്താലും മനസ്സിലാക്കി കൊടുത്താലും, കി അതായത് എന്താണ്? അഗർ രോനാബി പടേത്തോ,
കരയേണ്ടി വരികയാണെങ്കിൽ ഉസ്മേ കോയി ശർമ്മ കി ബാത്ത് നഹി ഹെ. ശർമ്മ എന്ന് പറഞ്ഞാൽ ലജ്ജ. അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല എന്ന് താങ്കൾ അവന് മനസ്സിലാക്കി കൊടുത്താലും. വഹ് ആലോചകോ കോ നസർ അന്താസ് കരേ. ആലോചകർ എന്ന് പറഞ്ഞു ആലോചകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശകർ. നസർ അന്താസ് അവഗണിക്കുക. അവൻ എന്ത് ചെയ്യട്ടെ? വഹ് ആലോചകോ കോ നസർ അന്താസ് കരേ. വിമർശിക്കുന്നവരെ അഥവാ കുറ്റം പറയുന്നവരെ അവൻ അവഗണിക്കട്ടെ. ഔർ ചാട്ടൂക്കാരും സെ സാവധാൻ രഹേ. ചാട്ടൂക്കാർ മുഖസ്തുതിക്കാർ, സാവധാൻ ശ്രദ്ധയുള്ള. മുഖസ്തുതി പറയുന്നവരെ, നല്ലത് പറയുന്നവരെ സാവധാൻ രഹേ, ശ്രദ്ധയോടെ ഇരിക്കാനും അവന് പഠിപ്പിച്ചു കൊടുത്താലും. കുറ്റം പറയുന്നവരെ അവഗണിക്കാനും മുഖസ്തുതി പറയുന്നവരോട് ഒരു ശ്രദ്ധയോടെ ഇരിക്കാനും അവന് പഠിപ്പിച്ചു കൊടുത്താലും. वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे. वह अपने शरीर की ताकत के बलबूते पर. താക്കത്ത് എന്ന് പറഞ്ഞാൽ ശക്തി, ബൽബൂത്തെ ബലം. അവൻ അവൻ്റെ ശരീരത്തിൻ്റെ ആ ശക്തി, ആ ബലം അനുസരിച്ച് ഭർപൂർ കമായി കരെ, ഭർപൂർ നിറയെ, അവൻ അവൻ്റെ കഴിവനുസരിച്ച് അവൻ്റെ ശക്തി അനുസരിച്ച് അവൻ സമ്പാദിക്കട്ടെ. കമായി കർണ സമ്പാദിക്കുക. അവൻ അവൻ്റെ കഴിവിനനുസരിച്ച് സമ്പാദിക്കട്ടെ. പരന്തു അപ്നി ആത്മാ ഔർ അപ്നെ ഇമാൻ കോ കബി ന ബേച്ചേ. എന്നാൽ പരന്തു എന്നാൽ എന്ത് ചെയ്യരുത്? അപ്നി ആത്മാ തൻ്റെ ആത്മാഭിമാനവും ഔർ അപ്നെ ഇമാൻ ഇമാൻ സത്യസന്ധത സത്യസന്ധതയും ഒരിക്കലും കബി ന ബേച്ച അതൊരിക്കലും വിറ്റ് കളയരുത്. അതായത് എന്താണ്? അവൻ അവൻ്റെ കഴിവിനനുസരിച്ച് ശക്തിക്കനുസരിച്ച് അവൻ സമ്പാദിക്കട്ടെ. പക്ഷെ അതിനു വേണ്ടി അവൻ ഒരിക്കലും അവൻ്റെ ആത്മാഭിമാനവും സത്യസന്ധതയും പണയം വെക്കരുത്. ഉസ്മേ ശക്തി ഹോ, അവന് അതിനുള്ള ശക്തി ഉണ്ടാകട്ടെ. കി അതായത് എന്തിനുള്ള ശക്തിയാണ്? ചില്ലാത്തി ബീഡ് കെ സാമനെ ബി. ചില്ലാത്തി ബഹളം വെക്കുന്ന, ബീഡ് ജനക്കൂട്ടം, ബഹളം വെക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ പോലും ഗഡ ഹോക്കർ നിന്നുകൊണ്ട് അപ്പനെ സത്യക്കേലിയെ ജൂഞ്ചിത്താ രഹേ. ജൂഞ്ചിത്താ പൊരുതുക. അവൻ എന്തിനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്? ബഹളം വെക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പോലും നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി പൊരുതാനുള്ള ഒരു ശക്തി അവന് ഉണ്ടാകട്ടെ. ആപ് ഉസെ തസല്ലി സെ സിഖായേം. തസല്ലി ആശ്വാസം. താങ്കൾ അവനെ ഇതെല്ലാം എങ്ങനെ പഠിപ്പിച്ചാലും വളരെ ആശ്വാസത്തോടു കൂടി പഠിപ്പിച്ചാലും. പരന്തു ബഹുത്ത് ലാഡ് പ്യാർ സെ ഉസെ ബിഗാഡേ നഹി. എന്നാൽ അതിനു വേണ്ടി താങ്കൾ ബഹുത്ത് ലാഡ് പ്യാർ സെ, ലാഡ് പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹവാത്സല്യം, വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി അവനെ ഉസെ ബിഗാഡേ, ബിഗാഡേ എന്ന് പറഞ്ഞാൽ വഷളാക്കുക. ഒരിക്കലും സ്നേഹവാത്സല്യത്തോടു കൂടി അവനെ വഷളാക്കരുത്. ഉസെ ഹമേശ ഐസി സീക്ക് ദേ. താങ്കൾ അവനെ എല്ലായ്പ്പോഴും ഇത് പഠിപ്പിച്ചു കൊടുത്താലും. കി എന്താണ്? മാനവജാതി പർ, മനുഷ്യജാതിയോട് അതായത് മനുഷ്യരോട് ഉസ്കി അസീം ശ്രദ്ധ ബനി രഹേ. അസീം അതിരറ്റ, ശ്രദ്ധ ബഹുമാനം. മനുഷ്യരോട് വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറാനായിട്ട് അവനെ പഠിപ്പിച്ചു കൊടുത്താലും. ലാസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മേംനെ അപ്പനെ പത്രമേ ബഹുത്ത് കുച്ച് ലിഖാ ഹേ. ഞാൻ എൻ്റെ ലെറ്ററിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദേഖേം, നമുക്ക് നോക്കാം. ഇസ്മേം സെ ക്യാ കർണ സംഭവ് ഹേ. ഇതിലേതെല്ലാം കാര്യങ്ങൾ നടപ്പിലാവുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ അവസാനിപ്പിക്കുന്നത്. ലെറ്റർ എഴുതുമ്പോൾ നമ്മളറിയാം അവസാനത്തിൽ നമ്മൾ എഴുതിയ ആളുടെ പേര് ചേർക്കാറുണ്ട്. ഇവിടെ പേരെന്താണ്? അബ്രഹാം ലിങ്കൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ലെറ്ററിലൂടെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങളാണ് അബ്രഹാം ലിങ്കൻ അധ്യാപകന്റെ മുൻപിൽ വെക്കുന്നത് അല്ലേ? ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ കഴിയും വിധം പഠിപ്പിക്കാനാണ് അബ്രഹാം ലിങ്കൻ അധ്യാപകനോട് ആവശ്യപ്പെടുന്നത്. ഇതെല്ലാ കുട്ടികൾക്കും മാതൃകയാക്കാവുന്ന നല്ല കാര്യങ്ങളാണ്. ഇനി ഇതിലെ 4th ക്വസ്റ്റ്യൻ, ഭീഡ് സെ അലഗ് ഹോക്കർ അപ്നാ രാസ്ത ബനാന കാ മത്ലബ് ക്യാ ഹേ. ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനായി സ്വന്തം വഴി തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഇസ്കാ മത്ലബ് യഹേ. ഇതിൻ്റെ അർത്ഥം ഇതാണ്. കി അതായത് അപ്നെ പൈരോം പർ ഗഡ ഹോന, തൻ്റെ കാലിൽ ഉറച്ചു നിൽക്കുക. സബ്കെ ബാത്തേം സുൻകർ ഉൻകെ സാത്ത് ചലന നിപുണത നഹി ഹേ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ പിന്നാലെ നടക്കുന്നത് നൈപുണ്യമല്ല.
ഉൻസെ അലഗ് ഹോക്കർ വിചാർ കർണ ഹി നിപുണത ഹേ. അതിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുന്നതാണ് നൈപുണ്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഒരു ലേഖനമാണ് എഴുതാനുള്ളത്. വിഷയം സഫൽ ജീവൻ, സഫലമായ ജീവിതം. ഒരു ലേഖനം എഴുതുമ്പോൾ നിർബന്ധമായി വേണ്ടതാണ് ഒരു ഹെഡിങ്. അതിനുശേഷം 2-3 പാരഗ്രാഫായി അതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. ഇവിടെ ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. മനുഷ്യ ആദർശവാൻ ബൻ രഹേ. മനുഷ്യൻ ആദർശവാനായിരിക്കട്ടെ. അപ്പനെ ജീവൻ സഫൽ ബനാനെ കെ ലിയെ വഹ് കർമ്മരത് രഹേ. തൻ്റെ ജീവിതം സഫലമാകാനായി അവൻ എപ്പോഴും കർമ്മരതനായിരിക്കട്ടെ. വഹ് ഹമേശ സച്ച് ഹി ബോലെ. അവൻ എപ്പോഴും സത്യം പറയട്ടെ. സ്വാർത്ഥത ഉസ്കെ ജീവൻ മേം കഭി ന ആനാ ചാഹിയെ. സ്വാർത്ഥത അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരാനായി പാടില്ല. മെഹനത്ത് കർക്കെ ഉസ്കെ ജീവൻ കാ പ്രമുഖ ഉദ്ദേശ് പ്രാപ്ത് കർണ. കഠിനാധ്വാനം ചെയ്ത് അവൻ അവൻ്റെ ജീവിതത്തിലെ പ്രമുഖമായ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുക. ഔർ ആലസ് കോ ചോഡ്ന ഭി ചാഹിയെ. മടിയെ നമ്മൾ ഉപേക്ഷിക്കുകയും വേണം. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹർ മനുഷ്യക്കോ അപ്ന വിചാർ ചാഹിയെ. ഓരോ മനുഷ്യർക്കും സ്വന്തമായ അഭിപ്രായം വേണം. ഔർ ഉൻ വിചാരോ മേ സ്ഥിർ രഹ്നെ കി ശക്തി ഭി ഹോനാ ചാഹിയെ. ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയും ഉണ്ടാകണം. ഇസ് സംസാർ മേ ഭല ഔർ ബുര ഹേ. ഈ ലോകത്ത് നല്ലതുമുണ്ട് മോശവുമുണ്ട്. അച്ഛാ ഇൻസാൻ ഇസ്സെ അച്ചായിയോ കോ ഗ്രഹൺ കർണ ചാഹിയെ. നല്ല ജനങ്ങൾ അതിലെ നന്മ മാത്രം സ്വീകരിക്കണം. വഹ് ഹമേശ സത്യ അഹിംസ ഇമാൻദാരി ഔർ ഇൻസാനിയത്ത് കോ സാത്ത് രഖ്ന ചാഹിയെ. അവൻ എപ്പോഴും ജീവിതത്തിൽ സത്യവും അഹിംസയും സത്യസന്ധതയും മനുഷ്യത്വവും കൂടെ കൊണ്ടു നടക്കണം. ഇസ് തരഹ് ജീനെ സെ ഏക് വ്യക്തി കി ജീവൻ സഫൽ ഹോത്താ ഹേ. ഇപ്രകാരം നടക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാകുന്നു.